എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹോളി ആശംസകൾ. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹോളി ഫോട്ടോഷൂട്ടിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ആണ്. കൃഷ്ണന്റെ രാധയുടെ അനശ്വര പ്രേമത്തിന്റെ പ്രതീകമായും നന്മയ്ക്ക് തിന്മയുടെ മുകളിൽ വന്ന വിജയത്തിന്റെ പ്രതീകമായും വടക്കേ ഇന്ത്യക്കാർ ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് ഹോളി. ഇൻ സിമ്പിൾ, ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. സോ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ഇറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് കളേഴ്സ്. നമ്മളൊരു ഹോളി ഫോട്ടോഷൂട്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പൗഡേഴ്സ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ സെറ്റിംഗ്സും ലൈറ്റും ടെക്നിക്സും പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് വളരെ കുറവ് സാധ്യതയാണുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഹോളി ഫോട്ടോഷൂട്ട് സേഫും എഫക്റ്റീവുമായിട്ട് ചെയ്യാമെന്നാണ്. നമ്മളൊരു ഹോളി ഫോട്ടോഷൂട്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് എലമെന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്: ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ്. നമുക്ക് ആദ്യം ഹെൽത്ത് റിലേറ്റഡ് കൺസിഡറേഷൻസ് ഒന്ന് നോക്കാം. ബിക്കോസ് ഹെൽത്ത് ഈസ് വെൽത്ത്, സേഫ്റ്റി ഫസ്റ്റ്. നമ്മളൊരു ഹോളി ഫോട്ടോഷൂട്ടിൽ ഇത്തരം ലോ ക്വാളിറ്റി പൗഡേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇത്തരം പൗഡേഴ്സ് ക്രിയേറ്റ് ചെയ്തേക്കാവുന്ന അലർജീസ് ആണ് നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് കൺസേൺ. രണ്ട് തരത്തിലുള്ള അലർജീസ് ആണ് നമുക്ക് ഉണ്ടാവാൻ സാധ്യത. ഫസ്റ്റ് വൺ ഈ സ്കിൻ റിലേറ്റഡ് അലർജീസ്. നിങ്ങൾക്ക് ഇത്തരം പൗഡേഴ്സിനോട് സ്കിൻ റിലേറ്റഡ് അലർജീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലേശം പൗഡർ എടുത്തിട്ട് കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഐ ഡെഫിനറ്റ്ലി വുഡ് റെക്കമെൻഡ് ഇറ്റ് ആസ് എ പ്രിക്കോഷണറി മെഷർ. പരമാവധി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മെഷർ നിങ്ങൾ എടുക്കുക. കാരണം ഷൂട്ടിനിടയിലുള്ള അൺനെസസറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു മെഷർ എടുക്കുന്നതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. സെക്കൻഡ് ടൈപ്പ് ഓഫ് അലർജീസ് റെസ്പിറേറ്ററി റിലേറ്റഡ്. അതായത് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അലർജീസ് നിങ്ങൾക്ക് ഇത്തരം പൗഡറുകളോടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ഷൂട്ടിനിടയ്ക്ക് നമ്മൾ എന്തായാലും ഈ ഒരു പൗഡർ എയറിലോട്ട് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. ഇത് ടെസ്റ്റ് ചെയ്യുന്നതിനായി കുറച്ച് പൗഡർ എടുത്ത് കുറച്ച് ദൂരെയായി എയറിലോട്ടൊന്ന് ആദ്യം തന്നെ സ്പ്രെഡ് ചെയ്യുക. നിങ്ങളെ ക്രൂവിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഇതിനോട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിർത്താതെ തുമ്മാൻ തുടങ്ങും. അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ആക്ട് വിത്ത് കോഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫോട്ടോഗ്രാഫി റിലേറ്റഡ് എലമെന്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് നമ്മളെ ക്യാമറയുടെയും എക്യുപ്മെന്റ്സിനെയും സേഫ്റ്റിയാണ്. നമ്മൾ ഇത്തരം ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം കളർ പൗഡറുകൾ നമ്മളെ ക്യാമറയിൽ എക്യുപ്മെന്റ്സിലെല്ലാം വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൗഡർ ആവാം, പൗഡർ കലക്കിയ ലിക്വിഡും ആവാം. വി ഷുഡ് അവെയർ ദാറ്റ് അവർ ക്യാമറ ആൻഡ് എക്യുപ്മെന്റ്സ് ആർ നോട്ട് വാട്ടർ പ്രൂഫ്. നമ്മളെ ക്യാമറയോ അനുബന്ധ ഘടകങ്ങളോ വാട്ടർ പ്രൂഫ് അല്ല. ഒരു പരിധി വരെ അത് ഡസ്റ്റ് പ്രൂഫുമല്ല. ഒന്നില്ലെങ്കിൽ ഒരു ലോങ്ങർ ഫോക്കൽ ലെങ്ത് ലെൻസ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് നീങ്ങി നിന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതർവൈസ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഉപയോഗിച്ച് നമ്മളെ ലെൻസും എക്യുപ്മെന്റ്സും കവർ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് അവർ ബ്രെഡ് ആൻഡ് ബട്ടർ. ഹോളി ഫോട്ടോഷൂട്ട് ഇന്ന് കഴിയും, നമ്മൾക്ക് നാളെയും ക്യാമറ വേണം. രണ്ടാമത്തെ എലമെന്റാണ് വൈറ്റോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറായിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത്. ദ പർപ്പസ് ഓഫ് എ ഹോളി ഫോട്ടോഷൂട്ട് ഈസ് ടു എംഫസൈസ് കളേഴ്സ്. കളേഴ്സിനെ കൂടുതൽ പോപ്പപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ഒരു ഹോളി ഫോട്ടോഷൂട്ടിൽ നമ്മളൊരു ഡാർക്കർ കളർ ഡ്രസ്സ് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നന്നായി എല്ലാ കളറും പോപ്പപ്പ് ചെയ്ത് കാണത്തില്ല. നമ്മളെ മെയിൻ ലൈറ്റിന് ഒരു ഗ്രിഡ് ഉപയോഗിക്കുക എന്നതാണ് മൂന്നാമത്തെ കൺസിഡറേഷൻ. ഒരു ഗ്രിഡ് ഉപയോഗിക്കുന്നത് വഴി നമ്മളെ മെയിൻ ലൈറ്റിന്റെ സ്പില്ല് നമുക്ക് കുറക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു ഗ്രിഡ് ആഡ് ചെയ്യുന്നത് വഴി നമ്മളെ ഫോട്ടോഗ്രാഫിലെ കോൺട്രാസ്റ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു ഹോളി ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് ആൻഡ് മൂഡി പിക്ചറാണ് നമുക്ക് വേണ്ടത്. സോ കൺസിഡർ ടു യൂസ് എ ഗ്രിഡ്. ഹോളി ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൗഡർ എയറിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഈ പൗഡർ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ എറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 2 കിക്കർ ലൈറ്റുകൾ കൂടി ചെയ്തു. ഇത്തരത്തിൽ സബ്ജക്റ്റിന്റെ പുറകുവശത്തായി 45 ഡിഗ്രി ആംഗിളിൽ സെറ്റ് ചെയ്യുന്ന 2 ലൈറ്റുകളാണ് കിക്കർ ലൈറ്റുകൾ. ഇതിനെ കിക്കർ ലൈറ്റ് എന്നോ ബാക്ക് ലൈറ്റ് എന്നോ എഡ്ജ് ലൈറ്റ് എന്നോ സെപ്പറേഷൻ ലൈറ്റ് എന്നോ നമുക്ക് വിളിക്കാവുന്നതാണ്. ഫോർ സം റീസൺ ഐ വിൽ കോൾ ഇറ്റ് ആസ് കിക്കർ ലൈറ്റ്സ്.
ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എലമെന്റ് ടു കൺസിഡർ ഈസ് ക്യാപ്ചർ ദ മോഷൻ ഓർ ഫ്രീസ് ദ മൊമെന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൗഡറുകൾ എയറിലോട്ട് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവ കലക്കിയിട്ടുള്ള ഒരു വെള്ളം മുകളിലോട്ട് എറിയാനോ സാധ്യതയുണ്ട്. സോ സബ്ജക്ട് മൊമെന്റ് ഈസ് ഇന്നെവിറ്റബിൾ. ഇത്തരത്തിൽ മൂവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ ക്യാപ്ചർ ചെയ്യാനായി നമ്മൾ ഒരു ഹയർ ഷട്ടർ സ്പീഡും അതുപോലെ തന്നെ ഹയർ സ്പീഡ് സിങ്കുള്ള ഒരു ഫ്ലാഷും ഉപയോഗിച്ച് തീരും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് ടൈപ്പ് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസും പുതിയ ഗിയർ റിവ്യൂസും റിയൽ ഫോട്ടോഷൂട്ട് ബിഹൈൻഡ് ദ സീൻ വീഡിയോസും കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയം നിറഞ്ഞ ഹോളി ആശംസകൾ. നമ്മൾ വീണ്ടും കാണാം അടുത്ത ആഴ്ച.